ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി ഇതാ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് അരിപ്പൊടി എടുക്കണം. പിന്നെ ഇതാ കടല, നമ്മുടെ പൊട്ടുകടല, നിലക്കടല, ഇത്രയും സാധനങ്ങളുണ്ട്. കറിവേപ്പിലയുണ്ട്, മുളക് പൊടി, മുളക് പൊടി, കായം, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പം ഞാൻ അളന്നിട്ട് എടുക്കട്ടെ കടലപ്പൊടിയെല്ലാം. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്, സൂപ്പർ മഴ, ഇരുട്ടായിട്ടുണ്ട് മൊത്തത്തിൽ. കറണ്ട് പോകുമോയെന്നറിയില്ല, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് കറണ്ട് പോകുന്ന പോലെ. പോകുമോയെന്നറിയില്ല. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തിട്ടില്ല, അത് ഞാൻ അരിച്ചിട്ടാണ് എടുക്കുന്നതിൽ എന്തെന്നാ ഉണ്ടാവുക എന്നറിയില്ല, പൊടികളെല്ലാം ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി എടുക്കട്ടെ. അരിപ്പൊടി കുറച്ച് എടുക്കുന്നുള്ളൂ, ഏതായാലും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിപ്പൊടി ഇത് ഇത്രയും എടുത്തിട്ടുള്ളേ, അധികം കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്, എന്തെല്ലോ കരടുണ്ട് ഗൈസ്, ഇതാ. അപ്പം ഞാനത് കൊണ്ടുപോയി കളയട്ടെ. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഇത് കലക്കണം. അപ്പോൾ നമുക്ക് മിക്സ്ചറിലൊരു മണി പോലത്തെ സാധനം കിട്ടൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്. കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് ഉപ്പ് വെള്ളം ചേർത്ത് കുഴച്ച് നല്ല ചപ്പാത്തി പരുവത്തിലാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കായപ്പൊടി ഇടട്ടെ. കുറച്ച് കായപ്പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി ഇടട്ടെ. നമുക്ക് മിക്സ്ചറിന് ആവശ്യമുള്ള എരിവ് കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന പോലെ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമാകാൻ പാടില്ല. കൈ കൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എണ്ണ തടിയാം. അപ്പോൾ അതൊന്ന് ക്ലിയറായി. പറ്റിയ പോലെ ഇരിക്കുന്നത് കുറച്ച് എണ്ണ തടയിക്കഴിഞ്ഞാൽ ക്ലിയറായിക്കോളും. അപ്പോൾ ഇതിവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അച്ചെടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. പിന്നെ മിക്സ്ചറിൻ്റെ അകത്ത് ബൂന്തിയാക്കാനുള്ള ഇത് ഞാൻ കലക്കി, കുറച്ച് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ, അതിതാ കലക്കി എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് മാറ്റുക വേണ്ട. അപ്പോൾ ഇതും റെഡിയായി, ഇതും മാറ്റി വെക്കാം. ഇനി അച്ചെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ
അപ്പോൾ ഗൈസ് ഇതാ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്കി വെച്ച് ഇതിലേക്ക് പിഴിഞ്ഞ് ഇടുന്നതാണ്. ചെറിയ തീയിലാക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. ക്രിസ്പി ആകുമ്പോൾ നമുക്കതിനെ എടുത്ത് മാറ്റാം. വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇത് നല്ല ക്രിസ്പി ആയനില്ല ഗൈസ്. അപ്പോൾ ഇതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാനിത് വാങ്ങട്ടെ. വെളിച്ചെണ്ണയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പിന്നെ കരിഞ്ഞു പോകും. ചിക്കനും അങ്ങോട്ട് പോടും. എൻ്റെ കാലിൻ്റെ അടുക്ക് വന്ന് വന്നിട്ട് ഞാൻ താഴെ വേണ്ട. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് എടുത്തിടുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തതും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ഇത് രണ്ടാമത്തേലിട്ടുള്ളൂ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതും ഇങ്ങനെ ആവട്ടെ. എന്നിട്ട് നമുക്ക് വാങ്ങിയിടാം. എല്ലാം ആയതിൻ്റെ ശേഷം നമുക്ക് കണ്ടാലോ. ഇനി കടലയെല്ലാം വറക്കുമ്പം കാണാം ഗൈസ്. ഇതേതായാലും ഇങ്ങനെ ഇനി ഒരിക്കലും കൂടി ഇടാനുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഗൂന്തി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ ബൂന്തി വെച്ചു. അപ്പോൾ ഇതും വറുത്ത് കോരി എടുക്കണം നമുക്ക്.
അപ്പം ഗൂന്തി ആവട്ടെ. അപ്പം ഇത് ഗൂന്തി ആയിട്ടുണ്ട്, ഞാനിതും വാങ്ങട്ടെ. അപ്പോൾ ഇതും വാങ്ങി, ഇനി അടുത്ത് ആക്കട്ടെ. അപ്പം ഇനി ഞാൻ കടല ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അതെല്ലാം ആക്കി വെച്ചു. എടുത്ത പൊട്ടുകടല. അപ്പോൾ അതൊന്ന് വറുത്ത് പോരട്ടെ. അപ്പോൾ ഞാനിതാ വറുത്ത് കോരുന്നുണ്ട് ഗൈസ്. കടല വറുത്ത് കോരി ഇനി അടുത്ത നിലക്കടല ഇട്ട് കൊടുക്കണം. ഇനിയും ഉണ്ട് ലേശം കൂടി എടുക്കാൻ. അപ്പം അത് അടിയിട്ട് ഇനി അടുത്ത നിലക്കടല എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാം. എല്ലാവരും ഒരുമിച്ചെടുക്കാം വറുത്തിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ ഇടും, കുറേ ദിവസം വെച്ചിട്ട് ചീത്തയായി പോകാണ്ടിരിക്കാൻ. ഞാൻ പിന്നെ ഒരുപാട് ദിവസമൊന്നും വെക്കുന്നില്ല, കുറച്ചല്ലേ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് വെളുത്തുള്ളിയൊന്നും ഞാൻ വറുത്തിട്ട് ആക്കുന്നില്ല. ഇത് വേഗം തരും, കുറച്ച് മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ ഗൈസ്. അതുകൊണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടി അങ്ങ് ആവട്ടെ. 2-3 പ്രാവശ്യമാക്കിയിട്ട് ആക്കണ്ട. അപ്പോൾ അതും ആയി. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ് ഗൈസ്. ഗ്യാസ് ഓഫാക്കി ഇനി ഇതിനെയും ഞാൻ വറുത്ത് കോരിയിട്ട് എടുത്തു. കടലയിലേക്ക് അരിഞ്ഞു പോകും അധികം നേരം വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ. എല്ലാം കൂടി വറുത്ത് കോരി ഞാൻ അതിലിടാം. എണ്ണ പോട്ടെ. ഇനി എല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ മേലെ എല്ലാം വറുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം മുളക് പൊടിയും, ഒരു ലേശം ഒരു എരിവ് ഞാൻ ആക്കിയിന്, എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെയല്ല മിക്സ്ചറിന് ഉണ്ടാവുക ചില സമയം. അപ്പോൾ ഇതാ ഇത്രയായി. ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊടിച്ച് വെക്കട്ടെ. ഇതാ എല്ലാം കൂടി കൂട്ടി പെരക്കി നല്ല കണ്ടീഷനാക്കാം നമുക്ക്. ആ ഗൂന്തിയും മിക്സ്ചറും എല്ലാം കൂടി ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത്രയാണ് കിട്ടിയ. ഒരു ഗ്ലാസ് കടലപ്പൊടിയും ഒരു ഗ്ലാസ് അരിപ്പൊടിയും ആക്കിയിട്ട് ഇത്രയും മിക്സ്ചർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മിക്സ്ചർ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.